അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിക്കൊണ്ട് ഇറാനുമായി ഉടൻ സമാധാന ചർച്ചകൾക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ചർച്ചകൾക്ക് താൽപര്യമുണ്ടെന്ന് ഇറാൻ സൂചന നൽകുന്നുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ ടെഹ്റാൻ ഇതുവരെ സജ്ജമായിട്ടില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ട്രംപ് ആരോപിച്ചു. ഇറാൻ ഇപ്പോഴും ദുഷ്ടലാക്കുകളോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും US പ്രസിഡന്റ് ആരോപിച്ചു. എന്ത് വില കൊടുത്തും ഇറാനെ ആണവായുധ ശേഷി കൈവരിക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. മുൻകാല അമേരിക്കൻ ഭരണകൂടങ്ങളുടെ പരാജയങ്ങളെ നിശിതമായി വിമർശിച്ച ട്രംപ് ഇറാന്റെ ആണവ ലക്ഷ്യങ്ങളെ തടയാൻ തങ്ങളുടെ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കൂ എന്നും അവകാശപ്പെട്ടു. മുൻ പ്രസിഡന്റുമാർ ഇറാന്റെ ഭീഷണിയെ ഗൗരവമായി കാണുന്നതിൽ പരാജയപ്പെട്ടുവെന്നും എന്നാൽ താൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് പകരം ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും തുടരുന്നതിനെ ന്യായീകരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാൻ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുറമേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറ്റൊന്നാണ് എന്നാണ് ട്രംപ് വാദിക്കുന്നത്. സമഗ്രമായ ഒരു കരാറിലെത്താൻ ആവശ്യമായ യാഥാർത്ഥ്യബോധം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുവരെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വാഷിംഗ്ടൺ കരുതുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സൈനിക വിന്യാസങ്ങളും ശക്തമായി നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുകയും പകരം കൂടുതൽ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുകയും ചെയ്യുന്നുവോ എന്ന ഗുരുതരമായ ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി നിർത്തിവെക്കുക എന്ന ആവശ്യത്തിലാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നുമാണ് ഇറാന്റെ നിരന്തരമായ വാദം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ശക്തമായ നിലപാട് ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരു തുറന്ന സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് തങ്ങളുടെ സാമ്പത്തിക രംഗത്തെയും സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന ഭയം അവർക്കുണ്ട്. മുൻപ് അമേരിക്ക ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മുൻപ് പിന്മാറിയത് മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു. തുടർന്ന് ഇറാനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ടെഹ്റാനുമേൽ ഇനിയും കൂടുതൽ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നടപടികൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ ഉപകരിക്കൂവെന്ന് ചില ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന നിലപാടാണ് സാധാരണയായി ഇറാൻ സ്വീകരിക്കാറുള്ളത്. തങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാനിയൻ ഭരണാധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള ഊർജ്ജ വിപണിയെയും എണ്ണ വിതരണത്തെയും നേരിട്ട് ബാധിക്കുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വാക്പോരും അനിശ്ചിതത്വവും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ട്രംപിന്റെ ഈ നയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകാതെ സൈനിക നിലപാടുകളിലേക്ക് നീങ്ങുന്നത് അമേരിക്കയെ മറ്റൊരു നീണ്ട യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഭയപ്പെടുന്നു. റെഡ് സീയിലും പേർഷ്യൻ ഗൾഫിലും തുടരുന്ന സൈനിക പിരിമുറുക്കങ്ങൾക്കിടയിൽ ട്രംപിന്റെ പ്രസ്താവന കൂടുതൽ ആശങ്ക വിതയ്ക്കുന്നുണ്ട്. ചരക്കുകളുടെയും എണ്ണയുടെയും സുരക്ഷിതമായ ഗതാഗതത്തെ ഇത് ബാധിച്ചേക്കാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും സൗദി ഭരണകൂടം നിലവിൽ വളരെ ജാഗ്രതയോടെയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനയോട് ഔദ്യോഗികമായി രൂക്ഷമായി പ്രതികരിക്കാതെ കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നതാണ് റിയാദിന്റെ ശൈലി. കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഈ ആണവ കരാറിന് നിയമസാധുത ലഭിക്കൂ. ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ഭൂരിപക്ഷമുള്ള സഭകളിലോ അല്ലെങ്കിൽ ശക്തമായ എതിർപ്പുള്ള സമിതികളിലോ ഈ കരാർ കടുത്ത പ്രതിസന്ധിയെ നേരിടേണ്ടി വരും.